നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ ഓൾറെഡി എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഫങ്ഷനാലിറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ഫ്ലോ കൺട്രോൾ എന്ന് വെച്ചാൽ സെൻറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ എമൗണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യണം, റിസീവർ സൈഡിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിന് റിസീവർ സൈഡിലുള്ള ഡാറ്റ ലിങ്ക് ലെയർ അതിന് തൊട്ട് മുകളിലുള്ള നെറ്റ്വർക്ക് ലെയറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് അവിടെ ഒരു ചെറിയൊരു പ്രോസസ്സിംഗ് ഉണ്ട്. അതായത് ഈ വന്നിരിക്കുന്ന ഡാറ്റ ചെക്ക് ചെയ്യണം. ഓക്കെ, ആ ചെക്കിങ് ആൻഡ് പ്രോസസ്സിങ് ബ്ലോക്ക് ഓഫ് മെമ്മറി ആവശ്യമാണ്. ഓക്കെ, അതായത് ബഫർ. അപ്പോൾ അവിടെ എന്താണ്, ഈ വരുന്ന ഡാറ്റാസ്, ഇൻകമിങ് ഡാറ്റാസ് വേണ്ടിയിട്ട് അവിടെ ബഫർ സ്പേസ് റിസർവ്ഡ് ആയിരിക്കണം. ഓക്കെ, അതായത് അത് പ്രോസസ്സ് ചെയ്യുന്നത് വരെ അവിടെയുള്ള ബഫറിൽ അത് സ്റ്റോർഡ് ആയിരിക്കണം. അപ്പോൾ ആ ബഫർ ഫില്ലാവുകയാണെങ്കിൽ എന്താണ്, റിസീവർ സെൻറ്ററിനോട് കുറച്ച് നേരം ഒന്ന് ട്രാൻസ്മിഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറയുക, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, അതായത് റിസീവറിന് റിസീവ് ചെയ്യാൻ പറ്റുന്നത് വരെ അതിനെ സെൻറ്ററിനെ എന്ത് ചെയ്യുക, പിടിച്ചു വെക്കുക. അപ്പോൾ അതിനാണ് ഫ്ലോ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഈസ് യൂസ് ടു റെസ്ട്രിക്ട് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ദ സെൻഡർ ക്യാൻ സെൻഡ് ബിഫോർ വെയിറ്റിംഗ് ഫോർ അക്നോളജ്മെൻറ്റ്. ഇപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്ലോ കൺട്രോൾ മെക്കാനിസംസ് രണ്ട് രീതിയിലാണ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ഫ്ലോ കൺട്രോൾ, അതുപോലെ മറ്റൊന്നാണ് സ്ലൈഡിംഗ് വിൻഡോ ഫ്ലോ കൺട്രോൾ. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ഫ്ലോ കൺട്രോൾ എന്ന് പറയാം. If data frames arrive at the receiver side faster than they can be processed, the frames must be stored until they are used. അതായത് ഫ്രെയിംസ് എന്ത് ചെയ്തിരിക്കണം, അത് പ്രോസസ്സ് ചെയ്യുന്നതിൽ ഫാസ്റ്റായിട്ട് ഡാറ്റാസ് റിസീവർ സൈഡിൽ എത്തിച്ചേരുകയാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, ആ ഫ്രെയിംസ് സ്റ്റോർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോളിൽ സെൻഡർ ഒരു ഫ്രെയിം സെൻഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, റിസീവർ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ ലെറ്റർ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ കൺഫർമേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ഫ്രെയിം എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അതായത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, ഒരു ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, റിസീവർ സൈഡിൽ ആ ഫ്രെയിം എത്തിച്ചേരുന്നു, റിസീവർ ഒരു പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡറിന് അയച്ചു കൊടുക്കുന്നു, അത് കിട്ടി unidirectional communication for data frames, but auxiliary acknowledgement frames travel from the other direction. ഇതിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടന്നത് എന്താണ്, അല്ലെങ്കിൽ ഡാറ്റ ഫ്രെയിംസ് യൂണി ഡയറക്ഷനിലാണ്. പക്ഷേ ഓക്സിലറി അക്നോളജ്മെൻറ്റ് ഫ്രെയിംസ് എന്താണ്, അതർ ഡയറക്ഷനിൽ നിന്നും തിരിച്ച് വരുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിംഗ് വിൻഡോ. ഇത് ഫ്ലോ കൺട്രോളിൽ ചോദിച്ചാൽ സ്ലൈഡിംഗ് വിൻഡോ എഴുതുക, അല്ലെങ്കിൽ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ എന്ന് ചോദിച്ചാലും ഈ ഒരു കാര്യം എഴുതുക കേട്ടോ. സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ സെൻഡിങ് മൾട്ടിപ്പിൾ ഫ്രെയിംസ് അറ്റ് എ ടൈം. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോളിൽ നമുക്ക് എന്താണ്, ഒറ്റൊരു ഫ്രെയിം മാത്രമേ അറ്റ് എ ടൈം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, ഈ ഒരു ഫ്രെയിം മാത്രമേ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെ അത്ര എന്താണ് റിലയബിൾ യൂസേജ് ഒന്നും വരുന്നില്ല. അതിന് പകരം നമ്മൾ മൾട്ടിപ്പിൾ ഫ്രെയിംസ് എന്താണ് അറ്റ് എ ടൈം സെൻഡ് ചെയ്യുക വഴി നമുക്ക് ചാനൽ യൂട്ടിലൈസേഷനൊക്കെ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. It controls the data packets between the two devices where reliable and gradual delivery of data frames is needed. It is also used in TCP, Transmission Control Protocol. ഫ്ലോ കൺട്രോളിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ. In this technique, each frame has sent from the sequence number. The sequence numbers are used to find the missing data in the receiver end. The purpose of the sliding window technique is to avoid duplicate data, so it uses the sequence number. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ഫ്രെയിംസ് അറ്റ് എ ടൈമാണ് സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓരോ എന്താണ് ഒരു സീക്വൻസ് നമ്പർ ഉണ്ട്. ഈ സീക്വൻസ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് റിസീവർ സൈഡിൽ എന്ത് ചെയ്യുക, ഇപ്പം 1 to n എന്ന് പറഞ്ഞിട്ട് സീക്വൻസ് നമ്പേഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ റിസീവർ സൈഡിൽ എത്തിച്ചേരുമ്പോൾ ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ അതുവഴി എന്തൊക്കെ ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും.
ഈ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ നടത്തുന്നത് 2 ടൈപ്പാണുള്ളത്, ഗോ ബാക്ക് ആൻഡ് ARQ, അതുപോലെ തന്നെ സെലക്റ്റീവ് റിപ്പീറ്റ് ARQ, ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് ARQയുടെ ഫുൾ ഫോം. അപ്പോൾ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഗോ ബാക്ക് ആൻഡ്, അതുപോലെ തന്നെ സെലക്റ്റീവ് റിപ്പീറ്റ് അല്ലെങ്കിൽ സെലക്റ്റീവ് റിജക്റ്റ് എന്നും കാണാം. It is a method of flow control in which a sender can transmit several frames before getting acknowledgement. അപ്പം സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിലുള്ള ഡ്രോബാക്ക് ഓവർകം ചെയ്യാനാണ് സ്ലൈഡിംഗ് വിൻഡോ യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ ഒരു ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവർ സൈഡിൽ നിന്ന് അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻറ്ററിലെത്തിയാലേ അടുത്ത പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ സെവറൽ ഫ്രെയിംസ് ഒരുമിച്ചാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് അക്നോളജ്മെൻറ്റ് കിട്ടുന്നതിന് മുൻപേ തന്നെ ഒരുമിച്ച് കുറേ ഫ്രെയിംസ് ട്രാൻസ്മിറ്റ് ചെയ്യും. In sliding window control, multiple frames can be sent one after the another, due to which capacity of the communication channel can be utilized efficiently. അപ്പോൾ ഒന്നിലധികം ഫ്രെയിംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ കപ്പാസിറ്റി ഇവിടെ എന്താണ് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സിംഗിൾ അക്നോളജസ് മൾട്ടിപ്പിൾ ഫ്രെയിംസ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എന്താണ് ഒരു 1 to 7 പാക്കറ്റ്സ് ഒരുമിച്ച് റിസീവറിന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ 7 എണ്ണം സക്സസ്ഫുള്ളി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവറിന് എന്ത് ചെയ്താൽ മതി, ഒരു സിംഗിൾ അക്നോളജ്മെൻറ്റ് പാക്ക് വഴി ഇത്രയും എണ്ണം റിസീവ് ചെയ്തു എന്നുള്ളത് ഒറ്റൊരു അക്നോളജ്മെൻറ്റ് പാക്ക് തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. സ്ലൈഡിംഗ് വിൻഡോ റെഫേഴ്സ് ടു ഇമാജിനറി ബോക്സസ് അറ്റ് ബോത്ത് ദ സെൻറ്റർ ആൻഡ് റിസീവർ എൻഡ്. അതായത് ഒരു ഇമാജിനറി ബോക്സ് കൺസെപ്റ്റാണ് സെൻറ്റർ സൈഡിലോ റിസീവർ സൈഡിലോ. ഇത് provides the upper limit on the number of frames that can be transmitted before the acknowledgement. അപ്പോൾ എന്താണ്, രണ്ട് സൈഡിലും സെൻറ്റർ സൈഡിൽ റിസീവർ സൈഡിൽ എന്താണ് വിൻഡോ ക്യാൻ ഹോൾഡ് ദ ഫ്രെയിംസ്. ഓക്കെ, അപ്പോൾ ആ വിൻഡോയുടെ പർപ്പസ് എന്താണ്, ഇത് അക്നോളജ്മെൻറ്റിന് മുൻപേ ഇതിനെത്ര ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അപ്പർ ലിമിറ്റ് എന്താണ് ഈ വിൻഡോയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ റെപ്രസെൻറ്റഡ് ആയിരിക്കും. ഫ്രെയിംസ് ക്യാൻ ബി അക്നോളജ്ഡ് ഈവൻ വെൻ ദ വിൻഡോ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ്. അപ്പോൾ ആ വിൻഡോ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിലും എന്താണ് ഫ്രെയിംസ് അക്നോളജ് ചെയ്യാനും പറ്റും. The window has a specific size in which they are numbered as modulo n means that they are numbered from 0 to n-1. ഈ വിൻഡോസിന് എന്താണ് ഒരു സ്പെസിഫിക് സൈസ് ഉണ്ടാവും, അത് 0 to n-1 ആണ്. ഇപ്പോൾ സപ്പോസ് എന്നിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ ഫ്രെയിംസ് നമ്പർ ചെയ്യുന്നത് 0 to 7 ആയിരിക്കും. അതായത് 0, 1, 2, 3, 4, 5, 6 and 7. ഓക്കെ, അങ്ങനെയാണ് ഈ 8 നമ്പേഴ്സ് നമ്പർ ചെയ്യുന്നത്. The size of the window is represented as n-1. Therefore, maximum n-1 frames can be sent before acknowledgement. അപ്പോൾ ഒരു വിൻഡോ സൈസ് n-1 ആണെങ്കിൽ n-1 ഫ്രെയിംസ് ആണ് മാക്സിമം അക്നോളജ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, when the receiver sends the acknowledgement SEK, it includes the number of the next frame that it wants to receive. For example, to acknowledge the string of frames ending with frame number 4, the receiver will send the acknowledgement containing the number 5. Received. ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സെൻറ്റർ എന്താണ് പാക്കറ്റ്സ് അയച്ചു, അപ്പോൾ റിസീവർ എന്താണ് അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കും. അപ്പോൾ എന്താണ് റിസീവർ അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കുമ്പോൾ ഏത് പാക്കറ്റാണോ നെക്സ്റ്റ് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന നെക്സ്റ്റ് പാക്കറ്റിൻ്റെ നമ്പറാണ് തിരിച്ച് സെൻറ്ററിന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് എന്താണ് സെൻറ്റർ 4 പാക്കറ്റ് സക്സസ്ഫുള്ളി അയച്ചു, റിസീവറിന് അത് കിട്ടി. അപ്പോൾ റിസീവർ ഉടനെ ജനറേറ്റ് ചെയ്യുന്ന അക്നോളജ്മെൻറ്റ് പാക്കിൻ്റെ നമ്പർ എത്രയായിരിക്കും, 5 എന്നായിരിക്കും. അപ്പോൾ ആ 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ 5 എന്ന് വെക്കുമ്പോൾ സെൻറ്ററിന് മനസ്സിലാവുക എന്താണ് ആദ്യത്തെ 4 അത് സക്സസ്ഫുള്ളി റിസീവ് ചെയ്തു, ഇനി അടുത്തത് 5th സീക്വൻസ് നമ്പറുള്ള ഫ്രെയിമാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് 0 through 4 സക്സസ്ഫുള്ളി റിസീവ് ചെയ്തു ആൻഡ് എന്താണ് the sender can send the 5th sequence number frame to the sender. സെൻറ്റർ വിൻഡോ അപ്പോൾ നമ്മൾ പറഞ്ഞു ബോക്സ് കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സെൻറ്റർ വിൻഡോയും റിസീവർ വിൻഡോയും ഉണ്ട് ഇവിടെ.
അപ്പം അറ്റ് ദ ബിഗിനിങ് ഓഫ് ട്രാൻസ്മിഷൻ ദ സെൻഡർ വിൻഡോ കണ്ടെയ്ൻസ് n-1 ഫ്രെയിംസ് ആൻഡ് വെൻ ദേ ആർ സെൻഡ് ഔട്ട് ദ ലെഫ്റ്റ് ബൗണ്ടറി മൂവ്സ് ഇൻവാർഡ് ഷ്രിങ്കിങ് ദ സൈസ് ഓഫ് ദ വിൻഡോ. അപ്പോൾ സെൻറ്റർ വിൻഡോ n-1 ഫ്രെയിംസ് ആണുള്ളത്. അപ്പോൾ അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ലെഫ്റ്റ് ബൗണ്ടറി ഒന്ന് ഷ്രിങ്ക് ആവും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൻഡോ സൈസ് W ആണെന്ന് കരുതാം. അതായത് W ആണ് വിൻഡോയുടെ സൈസ്. 3 ഫ്രെയിംസ് അയച്ചു കഴിഞ്ഞെങ്കിൽ W-3 ആയിരിക്കും വിൻഡോയുടെ സൈസ്. ഓക്കെ, പിന്നെ ആക്നോളജ്മെൻറ്റ് റിസീവർ സൈഡിൽ നിന്ന് തിരിച്ച് സെൻറ്ററിൽ എത്തിച്ചേർന്നു എന്ന് കരുതുക. അപ്പോൾ എന്താണ് സെൻറ്റർ വിൻഡോ എക്സ്പാൻഡ് ടു ദ നമ്പർ വിച്ച് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഫ്രെയിംസ് ആക്നോളജ്ഡ് ബൈ ആക്നോളജ്. അതായത് 3 ആക്നോളജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. എന്താണ് W-3 മാറിയിട്ട് അത് W തന്നെയായിട്ട് മാറും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 7 ആണ്. 7. ഓക്കെ, അപ്പം 0 to 7 ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പിന്നെ എന്താണ് ഫ്രെയിംസ് ഈ ഒരു സെനാരിയോയിൽ 0 through 4 എന്ന് പറയുമ്പോൾ എത്ര ഫ്രെയിം വരുന്നുണ്ട്? 5 എണ്ണം സെൻഡ് ചെയ്തു. അക്നോളജ്മെൻ്റ് ഒന്നും എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ സെൻറ്ററിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് 2 ഫ്രെയിം മാത്രമേ ബാക്കിയുള്ളൂ. അതായത് 0 മുതൽ 4 വരെ അയച്ചു കഴിഞ്ഞു. ഇനി 5ഉം 6ഉം വരെ ഉള്ളതേ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പം എന്താണ് 5 and 6 ആണ് അവിടെ പ്രസൻ്റ്ലി സെൻറ്റർ വിൻഡോയിലുള്ള ഫ്രെയിംസ്. ഇപ്പോൾ ആക്നോളജ്മെൻറ്റ് എത്തിച്ചേർന്നു എന്ന് കരുതാം. അപ്പോൾ എന്താണ് ആക്നോളജ്മെൻറ്റ് ലുള്ള നമ്പർ എന്ന് പറയുന്നത് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുമ്പോൾ എന്താണ് 0 to 3 0 through 3 അതായത് 0 1 2 3 ഫ്രെയിംസ് സക്സസ്ഫുള്ളി റിസീവ് ചെയ്തു. അതായത് അൺഡാമേജ്ഡ് ആയിട്ട് റിസീവ് ചെയ്തു. അപ്പോൾ എന്താണ് സെൻറ്റർ വിൻഡോ അടുത്ത 4 ഫ്രെയിംസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സെൻറ്റർ വിൻഡോയിൽ ഇപ്പോൾ എത്രയായി 6 ഫ്രെയിംസ് ആയിട്ട് മാറി. ഓക്കെ, അതായത് 4 അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്തപ്പോൾ സെൻറ്റർ വിൻഡോയുടെ സൈസ് എക്സ്പാൻഡായി. അപ്പോൾ ആ ഓക്കെ ഇനി 5 6 7 0 1 2. ഓക്കെ, അപ്പോൾ 6 ഫ്രെയിംസിന് എന്താണ് ആണ് ഇപ്പം എന്താണ് സെൻറ്റർ വിൻഡോയിലുള്ളത്. അപ്പം ട്രാൻസ്മിഷൻ്റെ സ്റ്റാർട്ടിങ്ങിലും എന്താണ് റിസീവർ വിൻഡോയിൽ ഫ്രെയിംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ എന്താണ് ഫ്രെയിംസിന് വേണ്ടിയിട്ട് n-1 സ്പേസസ് റിസർവ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു ഫ്രെയിം അറൈവ് ചെയ്തു തോന്നുന്നു received, but it represents the number of frames that can be received before an acknowledgement is sent. റിസീവർ വിൻഡോ എന്ത് ചെയ്യില്ല, എത്ര ഫ്രെയിംസ് റിസീവ് ചെയ്തു എന്നുള്ളതൊന്നും റെപ്രസെൻ്റ് ചെയ്യില്ല. പക്ഷേ എത്ര നമ്പർ ഓഫ് ഫ്രെയിംസ് റിസീവ് ചെയ്തു എന്നുള്ളത് ആണ് ഇത് റെപ്രസെൻ്റ്. അതായത് ഇവിടെ പിന്നെ റിസീവർ എന്ത് ചെയ്യില്ല, എത്ര ഫ്രെയിംസ് റിസീവ് ചെയ്തു എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്യില്ല. പക്ഷേ എത്ര ഫ്രെയിംസിന് ഇതിന് റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പം വിൻഡോ സൈസ് W ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 3 ഫ്രെയിംസ് റിസീവ് ചെയ്തു. അപ്പം ബാലൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന് എത്ര റിസീവ് ചെയ്യാൻ പറ്റും? ഇനി W-3 ഫ്രെയിംസും കൂടെ അതിന് റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുക. 3 ഇവിടെ റിസീവ് ചെയ്തതൊന്നും മെൻഷൻ ചെയ്യില്ല. പക്ഷേ W-3 ആണ് ഇതിനെ ഇനി റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ വിൻഡോ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അതായത് എത്ര നമ്പറാണോ പിന്നെ അക്നോളജ് ചെയ്തത് അത്രയും നമ്പർ എന്താണ് റിസീവർ വിൻഡോ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്താണ് വിൻഡോ സൈസ് 7 ആണെന്ന് കരുതുക. അപ്പോൾ റിസീവർ വിൻഡോന് 7 ഫ്രെയിംസിനുള്ള സ്പേസസ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്രെയിം റിസീവ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ എന്താണ് റിസീവർ വിൻഡോ ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, അപ്പം ബൗണ്ടറി 0-ൽ നിന്ന് 1-ലോട്ട് ബൗണ്ടറി ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്
ഇങ്ങനെ വരുന്നതിനനുസരിച്ച് വിൻഡോ ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒന്നാണ് വന്നിരിക്കുന്നത്, അപ്പോൾ വിൻഡോയിൽ എന്താണ് 6 സ്പേസസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രെയിംസ് 0-4 സെൻഡ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, വിൻഡോയിൽ 2 സ്പേസസ് ആണുള്ളത്. അതായത് ആക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നതിന് മുൻപേ അതിലെന്താണ് 2 സ്പേസസ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് ഫ്രെയിംസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതെന്താണ് ഷ്രിങ്ക്ഡ് ആവും. ഓക്കെ, അക്നോളജ്മെൻറ്റ് ജനറേറ്റ് ചെയ്ത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് എക്സ്പാൻഡഡ് ആവും. A technique called piggybacking. It is used to improve the efficiency of the bidirectional protocols. When a frame is carrying data from A to B, it can also carry control information such as acknowledgement and non-acknowledgement frames about arrived frames from B. When a frame is carrying data from B to A, it can also carry control information about the arrived frames from A. പിഗ്ഗി ബാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബൈഡയറക്ഷണൽ പ്രോട്ടോകോൾസിൽ അതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് എന്താണ്, എ എന്ന് പറഞ്ഞൊരു സോഴ്സിൽ നിന്ന് ബിയിലേക്ക് എന്താണ് എ ടു ബി ട്രാൻസ്മിഷൻ നടക്കുകയാണെന്ന് കരുതുക. അപ്പോൾ എന്താണ്, ബി എന്താണ്, പിന്നെ ബിയിൽ നിന്ന് അതായത് ബൈഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനിൽ ബൈഡയറക്ഷണൽ പ്രോട്ടോകോൾസിൽ ഉള്ള ഒരു പ്രൊവിഷനാണ്. അതായത് എ ടു ബി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് പോകണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്താൽ ബി എന്താണ് തിരിച്ചേക്ക് അക്നോളജ് ചെയ്യും ഇന്നത് റിസീവ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് സെപ്പറേറ്റ് പാക്കറ്റായിട്ട് അയക്കുന്നതിന് പകരം എന്ത് ചെയ്യും, എയുടെ പാക്കറ്റ് സക്സസ്ഫുള്ളി റിസീവ് ചെയ്തു എന്നുള്ള അക്നോളജ്മെൻറ്റ് പാക്ക് ബിയിൽ നിന്ന് എയിലേക്കുള്ള അടുത്ത ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് പിഗ്ഗി ബാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ബിയിൽ നിന്ന് എയിലേക്ക് അയക്കുമ്പോൾ എന്താണ്, എ സക്സസ്ഫുള്ളി ബിയുടെ പാക്കറ്റ് റിസീവ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ എയുടെ അടുത്ത പാക്കറ്റ് ബിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം എന്താണ് ആ അക്നോളജ്മെൻറ്റ് പാക്കും കൂടെ തിരിച്ചയക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് എറർ കൺട്രോൾ. Error control is both error detection and correction. It allows the receiver to inform the sender of any frames lost or damaged in transmission and coordinates the retransmission of these frames by the sender. എറർ കൺട്രോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഇപ്പോൾ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ മെക്കാനിസംസും നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഡാറ്റ ലിങ്ക് ലെയറിനെ സംബന്ധിച്ച് എറർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് റീട്രാൻസ്മിഷൻ മെത്തേഡ്സ് ആണ് പറയുന്നത്. അപ്പം ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സ്പെസിഫൈഡ് ഫ്രെയിംസ് റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡാറ്റ എക്സ്ചേഞ്ചിൽ ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്താൽ ആ ഡിറ്റക്റ്റ് ചെയ്ത വേർഷൻസ് ആണുള്ളത്. സ്റ്റാൻഡർഡൈസ്ഡ് വേർഷൻസ്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ, ഗോ ബാക്ക് ആൻഡ് ARQ, അതുപോലെ തന്നെ സെലക്റ്റീവ് റിപ്പീറ്റ് അല്ലെങ്കിൽ സെലക്റ്റീവ് റിജക്റ്റ് ARQ. In a real-life network, the data link protocols are implemented as bidirectional data flow in both directions. In these protocols, the flow and error control information such as special frames called acknowledgement and negative acknowledgement is included in the data frames in a technique called piggybacking. Piggybacking നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ബൈഡയറക്ഷണൽ ഡാറ്റ ഫ്ലോസിൽ അക്നോളജ്മെൻറ്റ് നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ഡാറ്റ ഫ്രെയിംസിൻ്റെ ഒപ്പം തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ. It adds simple error control mechanism to the stop and wait protocol. നമ്മൾ ഫ്ലോ കൺട്രോൾ മെക്കാനിസത്തിൽ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു എറർ കൺട്രോൾ കൂടെ ആഡ് ചെയ്തതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ എന്ന് പറയുന്നത്. ടു ഡിറ്റക്റ്റ് ആൻഡ് കറക്റ്റ് കറപ്റ്റഡ് ഫ്രെയിംസ് ആഡ്സ് റിഡൻഡൻസി ബിറ്റ്സ് ടു ദ ഡാറ്റ ഫ്രെയിം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം എന്താണ് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് എറർ ഡിറ്റക്ഷനും കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് റിഡൻഡൻറ്റ് ബിറ്റ്സ് ആഡ് ചെയ്യുന്നു. When the frame arrives at the receiver side, it is checked, and if it is corrupted, it is silently discarded. The sender keeps a copy of the sent frame. At the same time, it starts a timer. If
the timer expires and there is no acknowledgement for the send frame, the frame is resent, the copy is held and the timer is restarted. അപ്പോൾ എന്താണ്, സെൻറ്ററിലൊരു ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ടൈമർ എക്സ്പയർഡ് ആകുകയോ അതോടൊപ്പം അക്നോളജ്മെൻറ്റ് പാക്ക് തിരിച്ചെത്തുന്നില്ല എങ്കിൽ എന്താണ്, ഫ്രെയിം റീസെൻഡ് ചെയ്യും. ഓക്കെ, 1 സെക്കൻഡ് ടൈമർ റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ കോപ്പി ഒന്ന് can also be corrupted and lost. It too needs redundancy bits and a sequence number. അക്നോളജ്മെൻറ്റ് ഫ്രെയിം എന്താണ്, കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി കറപ്റ്റഡ് ആവാം അല്ലെങ്കിൽ നഷ്ടപ്പെടാം. സോ അതിനും എന്താണ്, റിഡൻഡൻറ്റ് ബിറ്റ്സും അതുപോലെ തന്നെ സീക്വൻസ് നമ്പർ ആവശ്യമാണ്. ഗോ ബാക്ക് ആൻഡ് ARQ. ഇവിടെ എന്താണ്, സെവറൽ ഫ്രെയിംസ് അക്നോളജ്മെൻറ്റ് കിട്ടുന്നതിന് മുൻപേ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അക്നോളജ്മെൻറ്റ് എത്തുന്നവരെ ഈ ഒരു ഫ്രെയിംസിൻ്റെ കോപ്പി ഇവിടെ കീപ്പ് ചെയ്യുന്നു. Frames from a sending station are numbered sequentially. If the header of the frame allows m bits for the sequence number, the sequence numbers ranges from 0 to 2m minus 1. It is also known as go back and ARQ. It is a data link layer protocol that uses sliding window method. ഇപ്പോൾ സ്ലൈഡിംഗ് വിൻഡോ ചോദിച്ചാലും ഇത് എഴുതുക കേട്ടോ. If any frame is corrupted or lost, all subsequent frames have to be sent again. And the size of the sender window is n in this protocol. Go back 8. The size of the sender window will be 8. The receiver window size is always 1. If the receiver receives a corrupted frame, it cancels it. The receiver does not accept a corrupted frame. When the timer expires, the sender sends the correct frame once again. അപ്പോൾ സപ്പോസ് എന്താണ്, 0 to 7 ഫ്രെയിംസ് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്, 0 to 7 5 വരെ സക്സസ്ഫുള്ളി റിസീവ് ചെയ്തു എന്ന് കരുതുക. അപ്പം 5ന് ശേഷം ഉള്ളത് 6 ആണ് ഡാമേജ്ഡ് എന്ന് കരുതുക. എങ്കിലും റിസീവർ എന്ത് ചെയ്യും, 6 മുതൽ 7 വരെ ഉള്ളത് കംപ്ലീറ്റ് ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് സെൻഡർ 6 to works well if it has fewer errors, but if there is a lot of error in the frame, lots of bandwidth loss in sending the frames again. ഗോ ബാക്ക് എൻഡിൽ നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ എന്താണ് എറർ ആണെങ്കിൽ അതിന് കൺസിക്യൂട്ടീവായിട്ടുള്ള എന്താണ് ഡിസ്കാർഡഡ് ആവും. എന്നിട്ട് 1 സെക്കൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതുവഴി എന്താണ്, ബാൻഡ്വിഡ്ത്ത് ലോസ്റ്റ്, അങ്ങനെ കുറേ ഡ്രോബാക്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സെലക്റ്റീവ് റിപ്പീറ്റ് ARQ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, സൈസ് ഓഫ് ദ സെൻഡർ വിൻഡോ ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ റിസീവർ വിൻഡോ. The size of the sliding window is always greater than 1. If the receiver receives a corrupt frame, it does not directly discard it. It sends a negative acknowledgement to the sender. അപ്പോൾ എന്താണ്, നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് സെൻഡറിന് അയച്ചു കൊടുക്കും. എന്നിട്ട് സെൻഡർ എന്ത് ചെയ്യും, സെൻഡർ കിട്ടിയ ഉടനെ, നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടിയ ഉടനെ തന്നെ ഫ്രെയിം റീസെൻഡ് ചെയ്യും.